നമ്മുടെ സോയാബോൾ ഇന്നലെ കറി വെച്ച നല്ല തേങ്ങയൊക്കെ അരച്ച് അടിപൊളിയായിട്ട് വെച്ചിരുന്ന കറിയാണ്. അപ്പം ഞാനെടുത്ത് കുറച്ച് മാറ്റി വെച്ചിരുന്നു, ഫ്രീസറിൽ വെച്ചിരുന്ന ഇപ്പോൾ താവട്ടിറക്കി വെച്ചതാണ്. ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസം പറിച്ച് പാവയ്ക്കയാണ്. അപ്പോൾ അത് തന്നെ ഇതിനകത്തിരുന്ന് പൊട്ടിയിട്ടുണ്ട്. ഇത് പഴുത്ത നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇത് കരിയാപ്പില കഴിഞ്ഞ ദിവസം കടയിലുള്ള പിള്ളേരുടെ വീട്ടിൽ കരിയാപ്പില കിട്ടാനില്ല, അതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി പറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരത്തി മറന്നുപോയി. പിന്നെ അടുത്ത ദിവസം വേറെ കുറേ പറിച്ച് കൊണ്ടുപോകാം. ഇത് കഴിഞ്ഞ ദിവസത്തെ പയർ തോരനാണ്. കേടൊന്നും ആയിട്ടില്ല, എന്നാലും പിള്ളേർ ഒത്തിരി അങ്ങ് ദിവസമായ പിന്നെ ഞങ്ങൾ കഴിക്കത്തില്ല. ഞാനിപ്പോൾ തണുത്തത് 2 വർഷമായിട്ട് കഴിക്കാറില്ല. പിന്നെ അവർ ഇത്തിരി കേടായ പിന്നെ ഒട്ടും കഴിക്കത്തില്ല. പച്ചക്കറി ആയതുകൊണ്ട് ഒട്ടും കഴിക്കത്തില്ല. കൂടുതലും കഴിക്കുന്നത് മീനാണ്, ചിക്കൻ. അതുകൊണ്ടത് വേസ്റ്റായി കളയണ്ടല്ലോ എന്ന് വെച്ച് നമ്മൾ അങ്ങ് എടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ ഗോതമ്പ് പൊടിച്ചതും മുട്ടത്തോടും കൂടെ പൊടിച്ചത് രാവിലെ എടുത്ത് വെച്ചിരുന്ന. പിന്നെ ഇപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമാണ് റെഡിയാക്കുന്നത്. അപ്പം നമുക്ക് ഈ കാബേജ് എന്നും മേടിക്കുന്ന പച്ചക്കറി കടയുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ പച്ചക്കറി മേടിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസം അവർ ഒരു കവർ നിറച്ച് കാബേജിൻ്റെ തൊണ്ട് നമുക്ക് തന്നു. അപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മൾ ആ കാബേജിൻ്റെ തൊണ്ട് ആണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കവറും കൂടെ വേണമെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ആ കാബേജിൻ്റെ തൊണ്ട്, അപ്പോൾ കൂട്ടുകാർക്കായാലും കോഴിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ കാബേജിൻ്റെ തൊണ്ട് കടയിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വേസ്റ്റായിട്ട് കളയുന്ന. അവർക്ക് ഈ വേസ്റ്റ് ഇപ്പോൾ കളയാൻ പറ്റത്തില്ല, ഇവിടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് ദുർഗന്ധം ഉണ്ടാകും. അതുകൊണ്ട് നമ്മളിങ്ങനെ കോഴിയൊക്കെ വളർത്തുന്നവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് തരാൻ വലിയ സന്തോഷമാണ്. പൈസ ഒന്നും കൊടുക്കണം. വേസ്റ്റ് പച്ചക്കറി എന്നിവയെല്ലാം നമ്മളൊന്ന് മേടിച്ചാൽ ഇച്ചിരി മുളകോ കാബേജോ അല്ല ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്ന ഇഷ്ടമുള്ള മേടിച്ചാൽ മതി. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതുപോലെ കോഴിക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ അവർ തരികയും ചെയ്യും. ഏത് കടക്കാരും തരും. ഇതിലേക്ക് നമ്മൾ ഗ്രോവർ ഫുഡ് 1 ഗ്ലാസ് ചേർത്ത് കൊടുക്കുക. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മുടെ കേരമീൻ കഴുകിയ ആദ്യത്തെ വെള്ളം ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ആഴ്ച മീൻ നമ്മളധികം മേടിച്ചില്ല, അതുകൊണ്ട് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തേക്കാം. ഇപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം. നമുക്കിതും കൂടി മഞ്ഞളാണേ, നമ്മുടെ മുറ്റത്ത് ഉണ്ടായ മഞ്ഞളാണ്. ഇത് പറിച്ച് എടുത്തിട്ടുണ്ട്. 5 കിലോളം ഉണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് ഉണങ്ങിയെടുത്ത് റെഡിയാക്കണം. അപ്പോൾ ഈ മഞ്ഞൾ എങ്ങനെ ഉണങ്ങുന്നതെന്നും അത് എത്ര ദിവസം ഉണങ്ങണം, എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും, എത്ര നാളത് കേടാകാതിരിക്കും, ഇങ്ങനെയൊക്കെ തുടങ്ങിയ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് 2 പാർട്ടായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റോൺ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല നാച്ചുറലായിട്ടുള്ള മഞ്ഞളാണ്. അപ്പോൾ അതൊന്ന് കാണാൻ കൂട്ടുകാർ മറക്കല്ലേ. ഇപ്പോൾ ഇലക്ഷൻ പ്രചരണമൊക്കെ തകൃതിയായിട്ട് നടക്കുക. അപ്പോൾ നമ്മുടെ ഉച്ചഭക്ഷണം എല്ലാവർക്കും കൊടുക്കുക. ഇത് വലുതാണേ, 4.5 മാസം പ്രായമായതാണ്. അപ്പോൾ ഇതിനകത്ത് മുട്ടയിടാറായതുകൊണ്ട് പൂവനങ്ങ് ചകഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കുറച്ച് മുമ്പ് ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഒരു കീരി
താഴെ പറമ്പിൽ കൂടെ നടക്കുന്ന കണ്ടു. അപ്പോൾ കുറച്ച് മുമ്പേ ആ ഭാഗത്തോടെ ഒരു കീരി 2 എണ്ണം പോകുന്ന കണ്ടു. അപ്പോൾ ഇത് പൈപ്പ് ലൈനാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് പൈപ്പ് ലൈൻ ഇതിലെ ഇട്ടത്. നമുക്ക് വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളെടുത്തില്ല. നമ്മുടെ ഫ്രണ്ട് കട്ട് ചെയ്താണ് പോയിരിക്കുന്നത്. ഞങ്ങൾ തന്നെ അത് ഒരു 3000 രൂപയൊക്കെ മുടക്കി കോൺക്രീറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കുമായിരുന്നു ആ ഭാഗത്ത്. അപ്പോഴാണ് ഇവിടെ കൂടെ കീരി പാത്ത് വന്നത്. അപ്പം ഞങ്ങൾ ആദ്യം പറഞ്ഞില്ലേ ഇവിടെ ഭയങ്കര ശല്യമാണ്. കീരി, പാമ്പ്, കുറുക്കൻ, കുറുനരി, പിന്നെ പരുന്ത്, പക്ഷികൾ, അങ്ങനെ മൂങ്ങകളൊക്കെ അങ്ങനെ ഭയങ്കര ശല്യമുണ്ട്. അപ്പോൾ ഈ ശല്യങ്ങളെല്ലാം പ്രതിരോധിച്ച് വേണം നമുക്ക് നമ്മുടെ കോഴീനെ സേഫാക്കിക്കൊണ്ട്. അതിന് വേണ്ടിയിട്ട് മേളിൽ നിന്നുള്ള ഒരു കവറിങ് കിട്ടാൻ നമ്മൾ ജൈവപ്പന്തലൊക്കെ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയായി. നന്നായിട്ട് കായിടുന്നുണ്ട് നമ്മുടെ പന്തലിൽ. പയറൊക്കെ ആണത്തിന് ഇഷ്ടം പടി ഉണ്ടാകുന്നുണ്ട്. ധാരാളം കയറി വരുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കല്ലേ കൂട്ടുകാരെ. ഇഷ്ടമായാലും നമ്മുടെ ചാനൽ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഒക്കെ മടിക്കരുതേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താൻ പോകുന്നു സ്നേഹത്തോടെ. താങ്ക് യു.